ലൊക്കേഷനിൽ എന്തെങ്കിലും ഹൊറർ സീൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനല്ല ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ ഒരു ക്യാമ്പ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതായത് ആർക്കെങ്കിലും പ്രാങ്ക് കൊടുക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അല്ല കംപ്ലീറ്റ് പറഞ്ഞ പോലെ ക്യാമ്പിങ് കൂടിയിട്ടുണ്ടാവും മുമ്പ്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഇല്ല. അപ്പൊ ക്യാമ്പ് കൂടിയാൽ മനസ്സിലാവും അതിനകത്ത് എല്ലാം ഉണ്ടാവും. പറഞ്ഞ പോലെ ഫണ്ണി മൊമെന്റ്സ് ആണെങ്കിലും പാട്ടുകളായാലും ഐസ് ബ്രേക്കിംഗ് പരിപാടികളായാലും എല്ലാം മിക്സഡ് പിരിയുന്ന സമയത്ത് എല്ലാവരും എന്തായാലും കരഞ്ഞിട്ടേ ക്യാമ്പിന്ന് പോരും. അതാണ് ഈ ക്യാമ്പിന്റെ വൈബ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ ബോണ്ടാണെങ്കിലും അത് വല്ലാത്തൊരു ബോണ്ടിങ് വരും. അപ്പം അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതിലൊന്നും കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല. നമ്മളെ തലയിൽ ഒരുപാട് ഭാരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ക്യാമ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അല്ല അവരോട് ക്യാമ്പിന്റെ അന്ന് ലാസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒരുപാട് പേരുണ്ടായോ ക്യാമ്പിൽ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന്. ഇവിടെ ഇതാണ് ലൊക്കേഷൻ എന്നും ഇതാണ് സിനിമ സെറ്റ് എന്നും ഷൂട്ടിംഗ് സെറ്റ് എന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് ഞങ്ങളെല്ലാവരും അവരോട് പറഞ്ഞു. കാരണം ഇതേപോലെ പോയിട്ട് വേറെ സെറ്റിൽ പോയി പെരുമാറി കഴിഞ്ഞാൽ ഇവരുടെ പോലെ ഒരു പ്രശ്നം മനസ്സിലായി. ഇവര് ഭയങ്കര നമ്മുടെ സെറ്റിൽ വർക്ക് ചെയ്ത ആരോ ഒരാൾ പറഞ്ഞല്ലോ കഴിഞ്ഞ പടത്തിൽ ഫുൾ ചീത്തവിളിയായിരുന്നു, മിണ്ടാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മള് വെച്ചാൽ ആ ഒരു ക്യാമ്പ് അവർക്ക് അങ്ങനെ തന്നെ ഒരു ഫീൽ തന്നെ ആയിരുന്നു നമ്മുടെ പടത്തിൽ കൊടുത്തതാ. ഇത് അങ്ങനെ ആയാലല്ലേ അവരും അങ്ങനെ ചില്ലായിട്ട് നിക്കോളൂ. അപ്പൊ ആരെയും പോയിട്ട് ഉപദേശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.